ജിമ്മി, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ക്യാച്ച് ആകുമായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ. അത് കവിഞ്ഞാൽ ബാക്കി ഒന്നും ഒരു നിയമസഭാ സീറ്റ് പരമാവധി ഇപ്പം നിലമ്പൂരിൽ നിശ്ചയിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കക്ഷിയാണ്. CK ജാനുവിനൊന്നും അവിടെ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് 2003 ഫെബ്രുവരി 19 ഓർമ്മിക്കുന്ന ഒരാൾക്കും CK ജാനുവിൻ്റെ ഈ നടപടി ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയല്ല എങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് വലിയ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു, ഇവരെ 3 പേരെ കൂടി ഒപ്പം കൂട്ടിയത് ഒരു പെർസെപ്ഷൻ കൊടുക്കും, ഒരു പ്രതീതി നൽകും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തുറന്ന മറുപടിയുമായിട്ട് വന്നു. തുടക്കം പാളിയോ? ഇന്നത്തെ വാർത്ത UDFൻ്റെ വളരെ വലിയ പടയൊരുക്കമായിരുന്നു. ഞാൻ പടയൊരുക്കം എന്നൊക്കെ ഒരു സ്ലഗൊക്കെ ഇടാം എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വിഷ്ണുപുരം ചന്ദ്രശേഖർ വീഡിയോ പത്രസമ്മേളനം കഴിഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല എന്ന് പറഞ്ഞ് ഈ വാർത്തയുടെ ഹെഡ്ലൈൻ വിഷ്ണുപുരം ചന്ദ്രശേഖർ കൊണ്ടുപോയി. ഇന്നത്തെ ചർച്ചകളുടെ എല്ലാം ആദ്യ ഭാഗം വിഷ്ണുപുരം ചന്ദ്രശേഖർ അപഹരിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് എങ്ങനെയെന്നുള്ള ചർച്ചയൊക്കെ രണ്ടാമത്തെ കാര്യം. ഇത് തുടക്കം പാളി എന്നല്ല ഞാൻ പറയുക, തുടക്കത്തിലെ ഒരു കല്ലുകടിയോ ഒരു ശകുനപ്പിഴയോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. അതല്ലാതെ ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ എന്താണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രസക്തി? അങ്ങനെ വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് BJPക്ക് വളരെ മുമ്പേ അറിയാം. അങ്ങനെ വലിയ സ്വാധീനമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇരിക്കട്ടെ, ഇപ്പോൾ CK ജാനുവിനെ കൂടെ കൂട്ടുന്നു, PV അൻവറിനെ കൂടെ കൂട്ടുന്നു. ഇവരാരും PV അൻവറിന് 1.5 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞേക്കും. CK ജാനുവിന് അത്ര പോലുമില്ല. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ചിലപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ഔട്ട്സ്കേർട്സിൽ ചില സ്വാധീനം ഉണ്ടാക്കാം. ഒരു സാധ്യതയും വിട്ടുകൊടുക്കുന്നില്ല. അവരെ ഘടകകക്ഷിയാക്കുകയല്ല, അസോസിയേറ്റ് അംഗങ്ങളാണ്. അത് മന്ത്രിസ്ഥാനം നടക്കൊന്നുമില്ല. CK ജാനുവിന് സീറ്റ് പോലും കിട്ടുമെന്ന് സംശയമാണ്. പക്ഷേ പരമാവധി ആളുകളെ കൊണ്ടുവരിക. വീഡിയോ പറയുന്നത് പോലെ ഏറ്റവും വലിയ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മുന്നണിയായി ഞങ്ങളെ മാറ്റാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 3 പേരെയും കൂടെ ചേർക്കാൻ ശ്രമിച്ചത്. ഇനിയും ആളുകളെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അസോസിയേറ്റ് മെമ്പർഷിപ്പാണ്. അതിൽ വിഷ്ണുപുരം ചന്ദ്രശേഖർ വന്നാലും വന്നില്ലെങ്കിലും അങ്ങനെ വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ മനസ്സിലാകുന്ന കാര്യം. വിഷ്ണുപുരം ചന്ദ്രശേഖരെ BJP തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖർ ഇന്നും പറയുന്നുണ്ട്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, കടിഞ്ഞാണില്ലാത്ത കുതിരയാണ് BJP എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കോൺഗ്രസ് നേതാക്കളെ പോയി കണ്ട ആളാണ് വിഷ്ണുപുരം ചന്ദ്രശേഖർ. അപ്പോൾ ഒരല്പം ഗതിയില്ലാതെ അലഞ്ഞു നടക്കുന്ന ആൾ കൂടിയാണ്. പക്ഷേ ഒരു മെമ്പർഷിപ്പ് ഇല്ലാതെ UDFൽ ഒരു സീറ്റില്ലാതെ ഞങ്ങൾ വിട്ടുതരില്ല. അപ്പോൾ BJPയോടും തിരിച്ച് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ ബാർഗെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ വേണം എന്നുള്ളതാണ്. സീറ്റ് എന്തിനാ, ജയിക്കാനാണോ, ബാക്കി എന്തിനാണോ, അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ബാർഗെയിൻ ചിപ്പ് കൃത്യമായി ഉപയോഗിച്ച ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ടാണ് ചർച്ചയിൽ എടുത്തു ചോദിക്കുമ്പോഴും UDFുമായി ഇനി ഒരു ബന്ധവുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഇതൊഴിച്ചു നിർത്തിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗംഭീരമായൊരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. സാധാരണ കോൺഗ്രസിനെ കുറിച്ച് പറയുക, ജയിച്ചാൽ ആലസ്യം, തോറ്റാൽ തോറ്റതിൻ്റെ ക്ഷീണം. ഇതാണ് കോൺഗ്രസിനെ കുറിച്ചുള്ള സ്ഥിരമായി പറയുന്ന ഒരു കാര്യം. അത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ. കയ്യിൽ കിട്ടിയ നിയമസഭാ വിജയം പോലും BJPക്ക് കൈ കൊണ്ട കൊടുത്തത് അന്ന് രാത്രി പാർട്ടി നടത്തി പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കും ഗോവയിൽ MLA അപ്പുറം പോയി. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ അവിടെ നിന്ന് വ്യത്യസ്തമായി ഒരു നിമിഷം പോലും പാഴാക്കാതെ യോഗം നടത്തുന്നത് മാത്രമല്ല, ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്? അത് നടന്നാൽ അത്ഭുതമാണ്. നടക്കുമെന്നുള്ള രണ്ടാമത്തെ കാര്യം നോക്കൂ. അടുത്ത മാസം 15 ആകുമ്പോഴേക്കും ഘടകകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ച കഴിയുന്നു. ജനുവരി 31 ആകുമ്പോഴേക്കും എല്ലാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. 140 സ്ഥാനാർത്ഥികളും ഫെബ്രുവരി 1 ക്യാമ്പയിൻ ഇറങ്ങുന്നു. 4-5 തീയതികളിൽ വയനാട് ബത്തേരിയിൽ UDFൻ്റെ ക്യാമ്പ്, VD സതീശൻ്റെ കേരള യാത്ര എന്ന് വെച്ചാൽ ഒരു പാർട്ടിക്ക് അതിൻ്റെ പടയൊരുക്കം തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും എല്ലാ നമ്പറുകളും എല്ലാ യുദ്ധമുറകളും പ്രയോഗിച്ച് തന്നെയാണ് തുടക്കം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിജയത്തിൻ്റെ ഒരു വേവിൽ കയറി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ പ്ലാനിങ്, കൂടുതൽ സംഘടനകളെ കൂടെ കൂട്ടാനുള്ള അവരുടെ തീരുമാനം, ഇതെല്ലാം അതിഗംഭീരമാണ്. ഇത് കണ്ടിട്ട് വേണമെങ്കിൽ ജോസ് കെ മാണിക്കോ അതുപോലെ തന്നെ LDFുള്ള വേറെ ഏതെങ്കിലും ഘടകകക്ഷികൾക്കോ ഇപ്പോൾ ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടിക്കൊക്കെ വേണമെങ്കിൽ വരാം. അതും ചിലപ്പോൾ 1 സീറ്റ് 1/2 സീറ്റ്. പക്ഷേ എല്ലാവരും വരട്ടെ. 100 സീറ്റിനും താഴെ ഒരു വിജയം നമുക്ക് വേണ്ട എന്ന രീതിയിൽ UDF പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അതുതന്നെയാണ് അവിടെ ആകെ ഉണ്ടായ ഒരു കല്ലുകടി ഇന്നത്തെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പ്രയോഗം. പക്ഷെ അത് മാത്രമല്ല കേട്ടോ. 2010 ഇതുപോലെ തന്നെ ഇതിനേക്കാൾ ഗംഭീര തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം നേടിയ ശേഷം 2011 നിസാര 2 സീറ്റിനാണ്, അതൊരു വിജയമേ അല്ല, 2 സീറ്റിനാണ് UDF വീണ്ടും അധികാരത്തിലേറുന്നത്. അന്നത്തെ തമ്മിലടിയും അന്നത്തെ തർക്കങ്ങളും നമുക്ക് നല്ല ഓർമ്മയില്ലേ? എന്തൊക്കെ യുദ്ധങ്ങളായിരുന്നു. MLAമാർക്ക് വേണ്ടി MLA സീറ്റിൻ്റെ അവസാന നിമിഷം വരെ അടിയായിരുന്നു. ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കേന്ദ്രത്തിൽ നിന്ന്
KC വേണുഗോപാൽ അടക്കമുള്ളവർ ഇവിടെ വന്ന ഓരോ വിഷയങ്ങളിലും അഭിപ്രായം പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തലയും VD സതീശനും 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അഭിപ്രായം മാത്രമല്ല, തൊഴിലുറപ്പ് വീഡിയോ കണ്ടില്ലായിരുന്നു. തൊഴിലുറപ്പ് അടുത്തതാ പറയാൻ പോകുന്നത്, ബട്ടൺ മറ്റേ ഈ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ക്ലിപ്പ് മൈക്കൊക്കെ കുത്തിയിട്ട് KC വേണുഗോപാൽ ഇറങ്ങി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടയിലൊക്കെ പോയി നിന്നിട്ടുള്ള വീഡിയോ ചെയ്യുന്നു. അത് നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് തന്നെ മാധ്യമരംഗത്തു നിന്നുള്ള പല ആളുകളും ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ മാനേജേഴ്സായി മാറുന്നു. സോഷ്യൽ മീഡിയ ടീം സജീവമായി നിൽക്കുന്നു. അങ്ങനെ ഒരു വഴിക്ക് പണി തുടങ്ങിയിട്ടുണ്ട് എന്നത് കൂടെ നമുക്ക് പറയണം. 2010 ശേഷമുള്ള 2011 ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ടാകും. പക്ഷേ കോൺഗ്രസ്സിന് ഓർമ്മയുണ്ടാകും 10 വർഷത്തെ പരാജയത്തിൻ്റെ കൈപ്പീർ. അതുകൊണ്ട് അതിലേക്ക് പോകുമോ ഇല്ലെന്നറിയില്ല. എന്തായാലും VD സതീശനാണ് കേരള യാത്ര നയിക്കുന്നത്. അത്രയും നല്ലത്. ഞാൻ വിചാരിച്ചു അത് ചിലപ്പോൾ UDF നയിക്കും എന്നായിരിക്കും പറയുന്നത്. അത് പറഞ്ഞില്ല, ഭാഗ്യം. അപ്പോൾ നേതൃത്വം തമ്മിലുള്ള തർക്കമൊക്കെ രണ്ടാമത് നടക്കും. എന്തായാലും തുടക്കം അതിഗംഭീരമാണ്. നോക്കൂ, പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയും അതുപോലെ തന്നെ എറണാകുളവും ചേർന്നാൽ 33 സീറ്റുണ്ട്. തൃശ്ശൂരിലെ 13 കൂടെ ചേർന്നാൽ 46 സീറ്റാണ്. ഈ 46 സീറ്റിലാണ് UDFൻ്റെ തേരോട്ടം അവർ പ്രതീക്ഷിക്കുന്നത്. അത് മുഴുവൻ കയ്യിലടക്കുക. മലപ്പുറത്തെ 16 വന്നാൽ 62ആയി. തിരുവനന്തപുരത്തും കൊല്ലവും ചേർന്നാൽ 14ഉം 11ഉം LDFൻ്റെ കയ്യിലുള്ളതാണ്. അവിടെ നിന്ന് കുറച്ച് മറിക്കുക. തിരുവനന്തപുരം എറണാകുളം കോർപ്പറേഷനൊക്കെ കൊല്ലം കോർപ്പറേഷനൊക്കെ നമ്മൾ മറിച്ചതാണ്. തിരുവനന്തപുരത്ത് കുറച്ച് മുന്നേറ്റം നേടിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമായൊരു സാഹചര്യമാണ്. തുടക്കം അതിഗംഭീരമായി എന്ന് തന്നെയാണ് പറയുക. ഒരു ചെറിയ കല്ലുകടി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല, ഒട്ടനവധി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്നുള്ളത് 3 ആയാലും ഒരാളുടെ കളത്തിൽ ഇറങ്ങാനുണ്ട്. നോക്കിക്കോ, അത് വരും ഉടനെ. MP മാരൊക്കെ മത്സരിക്കാനുള്ള ഇപ്പോൾ തന്നെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എത്ര MP മാർ അതിനുവേണ്ടി ശ്രമം തുടങ്ങിയെന്നുള്ളതും അടുത്ത ദിവസം നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേറൊരു സൈഡിൽ കൂടി മറു കാര്യങ്ങളും നടക്കുന്നുണ്ട്. CPM-ഉം BJP-യും അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തിരിച്ചടി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-ൻ്റെ 21 ചോദ്യങ്ങളടങ്ങിയ ഒരു ചോദ്യാവലി താഴെത്തട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ദേശാഭിമാനി ചേർത്തോ, അങ്ങനെ പോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ കൃത്യമായി വോട്ടർ പട്ടിക നോക്കിയോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഒരിടത്ത് പോലും സർക്കാരിൻ്റെ തിരിച്ചടി, സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു എന്നൊരു ചോദ്യം അതിനകത്തില്ല. ആകെയുള്ളത് നമ്മുടെ ദൗർബല്യം എന്തെല്ലാം എന്നതാണ്. മുന്നണിയുടെ പ്രവർത്തനം എങ്ങനെയിരിക്കുന്നു, 13ാമത്തെ ചോദ്യവും 21ാമത്തെ ചോദ്യവും. സർക്കാരിന് തിരിച്ചടി ഉണ്ടായോ എന്ന ചോദ്യത്തിൽ നിന്ന് വേണം സത്യത്തിൽ CPM അവരുടെ അടുത്ത തന്ത്രം മെനയാൻ. സർക്കാരിനെതിരെയുള്ള, തദ്ദേശത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ സർക്കാരിനെതിരായ വളരെ വലിയ ജനവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ്. അവിടെ നിന്ന് പിക്ക് ചെയ്യുകയും താഴെത്തട്ടിലെ ആളുകളോട് ചോദിക്കുകയും ചെയ്യാതെ ഇതെങ്ങനെയാണ് നടക്കുക? ഇപ്പോൾ തിരുവനന്തപുരത്തെ വാർത്ത നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് ജില്ലാ കമ്മിറ്റിയിൽ ഇലക്ഷൻ ചർച്ച നടക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിൻ്റെ ചില നയങ്ങൾക്കെതിരെയും സഖാക്കൾ ആഞ്ഞടിക്കുകയാണ്. പക്ഷേ ഈ 21 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിന് ഡോക്യുമെൻറ്റേഷൻ വാല്യൂ ഉണ്ട്. അവിടെ നിന്നാണ് CPM തന്ത്രങ്ങൾ തിരിച്ചു പണിയാൻ പോകുന്നത്. അവിടെ മുഴുവൻ സംഘടനാ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ എന്നതിനാണ് ഊന്നൽ. ഞാൻ പറഞ്ഞു, ദേശാഭിമാനി ചേർത്തോ, നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ, വോട്ടർ പട്ടിക നോക്കിയോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അവിടെ നല്ല CPM തുടങ്ങേണ്ടത്. CPM തുടങ്ങേണ്ടത് സർക്കാരിനെതിരെ ഒരു ജനവിരുദ്ധ വികാരമുണ്ടെന്നും അത് താഴെത്തട്ടിൽ നിന്ന് അത് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്നും കൂടി ചോദിച്ചിട്ടാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ നവംബറിലെ സർക്കാരിൻ്റെ പ്രഖ്യാപനം, അതായത് സോഷ്യൽ പെൻഷൻ, സാമൂഹ്യ പെൻഷൻ കൂട്ടിയതിനെക്കുറിച്ച്, അത് അങ്ങനെയുള്ള ആളുകളെല്ലാം നിങ്ങൾ പോയി കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ താഴേക്ക് എത്തിയില്ല, താഴെത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നന്നായി നടന്നില്ല എന്ന ഒരു മുൻധാരണയിലാണോ CPM-ൻ്റെ ചോദ്യാവലി എന്ന് തോന്നുന്നു. അതുകൊണ്ട് CPM-ൻ്റെ തുടക്കം ഗംഭീരമാവണമെങ്കിൽ, ഇതും ഒരു തുടക്കമാണ്, തുടക്കം ഗംഭീരമാവണമെങ്കിൽ CPM ജനവിരുദ്ധ, സർക്കാർ വിരുദ്ധ വികാരത്തിൻ്റെ ഒരു തരംഗത്തെ കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. Meet the editors.